കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. സ്വർണ്ണമടലി മേടിച്ച മകളാണ്. ഡോക്ടറായിട്ട് കൊമ്പും കുഴലും കൊണ്ട് നടക്കേണ്ട സ്ഥാനത്ത് ചാളിയായില്ലേ. അയ്യോ, ഈ മീൻ തല തല്ലി മരിച്ചു കണ്ടോ? എടുത്തോട്ടെ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇത് സമയം വെളുപ്പിന് 3 മണിയാണ് കേട്ടോ. നമ്മൾ ഇത് വെയിൽസിൽ 3rd ഡേ ആണ്. മീൻ പിടിക്കാൻ പോവാണ്, കടലിൽ മീൻ പിടിക്കാൻ പോവാണ്. അതുകൊണ്ട് രാവിലെ എണീറ്റ് ഇരിപ്പാണ് കേട്ടോ ഇതെല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ കവർ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കടലിലേക്കാണ് പോകുന്നത്. നല്ല കടൽക്കാറ്റും നല്ല തണുപ്പും ഉണ്ടാവുമെന്ന് മനുഷ്യേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മൊത്തം കവർ ചെയ്ത് പോയത്, അല്ലെങ്കിൽ പണി കിട്ടും. നമ്മളെല്ലാവരും പോകുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് ഡോർ അടച്ച് വരാൻ പറഞ്ഞ് കുറേ പേര് അവിടെ റൂമിൽ കിടക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് പേര് മാത്രമേ പോകുന്നുള്ളൂ. നമ്മൾ മനുഷ്യേട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. പിന്നെ ജോർഡി ചേട്ടൻ അവിടെ നിന്ന് വേറെ വണ്ടി എടുത്തിട്ടും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ മീൻ പിടിക്കാനുള്ള ആയുധങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കടലിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ കടലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നാലാണ് കേട്ടോ കടൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ കുറച്ച് ലൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആയുധങ്ങളൊക്കെ എടുത്ത് നമ്മൾ നടക്കുകയാണ് കേട്ടോ. ഇതേ കാണുന്നത് കണ്ടോ കടൽ. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേട്ടാലറിയട്ടോ ഈ വീഡിയോയിൽ നാച്ചുറലായിട്ടുള്ള വെളുപ്പിനുള്ള കിളികളുടെയും ഒക്കെ സൗണ്ട് ഇതിലിങ്ങനെ കേൾക്കാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നടന്നു വന്നിട്ട് ഏകദേശം ഈ ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ നമ്മൾ മീൻ പിടിക്കുന്നത്. ഇനി നമ്മുടെ മീൻ പിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. മനുഷ്യേട്ടനാണ് ഇതിൻ്റെ മെയിൻ ആൾ. ഇവർ 4 പേരും കേട്ടോ മീൻ പിടിക്കാൻ പ്ലാന്. പിന്നെ ഞാനും സേതുവും ദേവുമാണ് ഉള്ളത്. ഞങ്ങൾ വെറുതെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുവാണ്. പക്ഷേ പ്രതീക്ഷിച്ചത്ര തണുപ്പൊന്നുമില്ല കേട്ടോ കടലിൽ. പിന്നെ ഇവിടെ കടലിൽ മീൻ പിടിക്കാൻ ലൈസൻസ് എടുക്കണ്ട, വേറെ എവിടെയാണെങ്കിലും ലൈസൻസ് എടുക്കണം കേട്ടോ. നോക്കിയാ ചൂണ്ട് വെറുതെയാ. എപ്പൊ കോമഡി എന്തെങ്കിലും സെറ്റാക്കി. അപ്പൊ കോമഡി അത് ഒട്ടും പോവില്ല. ഇത് സെറ്റ് ചെയ്തേ. ഞാൻ ഓവറിനും കിട്ടുമെന്നുള്ള പരിപാടി നോക്കട്ടെ. അതെ, ആ വള്ളി ഉള്ളി കൂടെ കയറി കിടക്ക, അതിനെ അയക്കണം. പട്ടേ ഇത് എടി, നീ ഇതെല്ലാം കൂടി ഊരിയെടുത്താ ചരിക്കാം കേട്ടോ. ഇതിലാരും കൈയിടാൻ വരുന്നത് മീന്റെ തീറ്റ കയറിയ നല്ല ആക്രാന്തം കാണിച്ച അതിലേക്ക് വരരുത്. മീൻ കിട്ടിയോ ഇതാകുമ്പോൾ നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിലും ആൾക്കാർ വിചാരിക്കുക ഒരു ചെറിയ മീൻ കുടിക്കില്ല. നാണക്കേട് ഒഴിവാക്കാം. അങ്ങനെയൊക്കെ തുടങ്ങി. കൊറേ നാളായി ഇനി പറയും ഇതാദ്യായിട്ടാ. കളർഫുള്ളാണല്ലോ ചേട്ടാ, ഇങ്ങനെ അട്രാക്റ്റീവ് ആവട്ടെ. എല്ലാ മീനും കൊത്തണം. ഏത് കളർ ഇഷ്ടമാണ് മീൻ അതൊക്കെ കൊത്തണം. അപ്പൊ നീ എല്ലാം ഇപ്പൊ ഇടാൻ അറിയാന്ന് പറഞ്ഞു. ഇത് എത്ര നമുക്ക് മീൻ കിട്ടണേ? ശരി, 2 ഏറ് എറിഞ്ഞ് നോക്കട്ടെ. മീൻ തെങ്ങി ചിലപ്പോ പഠിക്കും. അവിടെ കുഴപ്പമില്ല, ഇതിന്റെ ഒരു നീളത്തിൽ നിന്ന് മാറിന്നാ. മനുഷ്യേട്ടന് ഇപ്പം മീൻ കിട്ടും കേട്ടോ. മനുഷ്യേട്ടനാണ് ഇതിൽ ആദ്യം മീൻ കിട്ടിയത് കേട്ടോ. ആ വെള്ളക്കുപ്പിയിലും ഉള്ള ഇതിനകത്തുണ്ട്. നമുക്ക് അതിന് നിലത്ത് കൈ എടുക്കണേ, കൈ കയറാൻ നോക്കണേ.
കൂടി അതിനകത്തുണ്ട്, ആ വെള്ളക്കുപ്പിയിൽ ഉള്ള ഇതിനകത്തുണ്ട്. നമുക്ക് അതിന് നിലത്തിട, അതായിരിക്കും നല്ല. അല്ലെങ്കിൽ പടക്കി ഇടണം. എന്നിട്ട് ചെറുതായിട്ടും ചവിട്ടി പിടിക്കും, ലൈറ്റായിട്ട്. ബാക്കിയും കുളപ്പുകളുണ്ട്, ശ്രദ്ധിക്കണേ. നിങ്ങള് വായോ? മീനൊക്കെ അവിടെ അവിടെ പോയി നിന്നോ. എന്നിട്ട് പറഞ്ഞൂടെ? അയ്യോ അയ്യോ അയ്യോ. ഇല്ല, പോയിട്ടില്ല. കടലിൽ ഇറങ്ങി പിരിക്കണം. നാല് വെള്ളത്തിൽ മീൻ. പൊക്കിടുക്ക്. അയ്യോ ചാടി പോയി. നാല് വെള്ളത്തിൽ മീൻ. പൊക്കിടുക്ക്. കിട്ടിക്കണ്ട ആളവിടെ ഞാൻ എടുക്കാം. വലിച്ചോ, പെട്ടെന്ന് വലിച്ചോ. കൈ ടിഷ്യൂ ഇവിടെ തുറച്ചിട്ട് എടുക്കാൻ പറ്റും. ചൂണ്ട മാറും. പോയി. ഏട്ടന് എപ്പോഴും ഒറ്റ മീനായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ആ സ്ഥലത്ത് മീനേ ഉണ്ടാവില്ല. കിട്ടിയ മീനാണെങ്കിലോ തല തല്ലി അയ്യോ, ഈ മീൻ തല തല്ലി മരിച്ചു. കണ്ടോ? എടുത്തോട്ടെ, ഇനി ആംബുലൻസിലേക്ക് എടുക്കുക. ക്ലിൻഡോ ചേട്ടൻ്റെ തെമൂന്ന് വാങ്ങിയ ചൂണ്ട കൊണ്ട് ഇട്ടിട്ട് കിട്ടുന്നില്ല കേട്ടോ. ലാസ്റ്റ് കിട്ടിയെന്നു. ഇത്രയും മീൻ നമുക്ക് കിട്ടിട്ടോ. ലാസ്റ്റ് ആയിട്ടൊരു 2 മീനായിട്ട് കിട്ടിട്ടോ. ഇത്രയും നേരം ഓരോ മീനായിട്ടാണ് കിട്ടിയിരുന്നത്. തെമൂനെ അവഹേളിച്ചു. ഇതിലൊരു ചൂണ്ടിൽ തെമൂന്ന് വാങ്ങിയതാണ് കേട്ടോ. അതാണ് പറയുന്നത്. മനുഷ്യരൻ ആദ്യം പറയുന്നുണ്ടായിരുന്നു അതിലൊന്നും കിട്ടില്ല തെമൂല ചൂണ്ടിൽ നിന്ന്. പക്ഷെ ലാസ്റ്റ് കിട്ടിയിട്ടോ, ഒരു മീൻ കിട്ടി. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ മുഴുവൻ പൊട്ടിച്ചളഞ്ഞവരെ എന്ത് ചെയ്യണം? അതും ശ്രദ്ധിച്ചാർന്നോ? മനുച്ചേട്ടന് ഇതിനെ കുറിച്ച് ട്യൂട്ടോറിയൽ എടുത്ത് തരാറുണ്ട് കേട്ടോ. അതായത് വേലിയേറ്റം, വേലിയിറക്കം, എപ്പോഴൊക്കെ മീൻ കിട്ടുക, എപ്പോഴൊക്കെ മീൻ പോവുക എന്നുള്ളതൊക്കെ കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ നിർത്തി. നീ എവിടെ കൂടി കുടത്തിയത് നോക്കി, വായലല്ലത് നോക്ക്, ചെകിളയില് അത്രയും മീനുണ്ട്. അതാ അത്രയും കൂട്ടായിട്ടാ നിങ്ങൾ നടക്കണതില്. അപ്പൊ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ പോയിട്ട് ഇത് പൊരിച്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കടലിൽ നിന്ന് ഫ്രഷായിട്ട് പിടിച്ച് കൊണ്ടുവന്ന മീൻ കഴിക്കുന്നത്. ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നില്ല, പറഞ്ഞില്ല. അവർക്കൊക്കെ വിചാരം ഞങ്ങൾക്ക് ഒരു മീനും കിട്ടില്ല എന്നായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് മീൻ കിട്ടി. ഇനി അവർക്ക് പൊരിച്ചു കൊടുക്കാം കേട്ടോ. മീനാണ് ഈ കിടക്കുന്നത്. കടലിൽ കിടന്ന മീനാണ് ഈ കിടക്കുന്നത്. ടാറ്റാ, ബൈ ബൈ.
കടലേ ടാറ്റാ ബൈ ബൈ. കായലേ